എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല ഫുൾ ആസ് ലിപ്സ് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ള ലിപ്സ് എങ്ങനെയാണ് നല്ല ഫുൾ ആസ് ലിപ്സ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ലിപ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല തുടുത്ത ചുണ്ടുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ചെറിയൊരു മസാജ് കൊടുക്കണം. ചുണ്ടിൻ്റെ ചുറ്റുഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താൽ മതി. ഡെയിലി നിങ്ങൾ ഒരു 2 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം, എന്നാലാണ് അത് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് ചെയ്തിട്ട് പിന്നെ ഇനി 1 മാസം കഴിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനത്ര റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾക്ക് ആക്ച്വലി ഇത് നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല തുടുത്ത ചുണ്ടുകൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും. സോ നല്ല രീതിയിൽ നമ്മളിവിടെ ഒന്ന് മസാജ് കൊടുക്കുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ അവിടെ മസാജ് കൊടുക്കും. പിന്നെ നമ്മുടെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുടുത്ത ചുണ്ടുകൾ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഷുഗറാണ്. ഷുഗറും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഒരു സ്ക്രബാക്കി മാറ്റിയെടുക്കും. എന്നിട്ട് നമ്മളിത് ലിപ്സിൽ വെച്ച് സ്ക്രബ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ആക്ച്വലി ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ടൂത്ത് ബ്രഷ് എടുക്കുക, അതിൽ കുറച്ച് ലിപ് ബാം, നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ലിപ് ബാം നമ്മുടെ ബ്രഷിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് വെച്ച് നല്ല രീതിയിലൊന്ന് ലിപ്സ് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. വളരെ എഫക്റ്റീവാണ്. നല്ല രീതിയിൽ നമ്മുടെ ചുണ്ട് നന്നായി തുടുത്ത് വരും. ആക്ച്വലി ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ ലിപ്സ് നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ആവുള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഷുഗർ വെച്ചിട്ടുള്ള സ്ക്രബിങ് എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ 2 ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം. ചെറുതായിട്ട് മാത്രം ചെയ്താൽ മതി. ഒരു 30 സെക്കൻഡിന് താഴെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഒരുപാടിട്ട് ഒന്നും ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലിപ്സ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. സോ നിറയെ വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടല്ലോ അത് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക. സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ലിപ്സ് നല്ല രീതിയിൽ പ്ലം ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേന് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ലിപ്പ് മാസ്ക് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തേൻ അപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തേൻ അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ല വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ഇതുപോലത്തെ കൂടുതൽ ബ്യൂട്ടി റിലേറ്റഡ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.